അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളും കുട്ടികളും ഉസ്താദുമാരെല്ലാവരും കൂടി പൊന്നാനിയിലുള്ള ഒരു ഹാജിര വീട്ടിലേക്ക് പോകുന്നുണ്ട്. മൂപ്പര് ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ മൂപ്പരെ പെങ്ങളിപ്പടുത്ത് മരിച്ചിരുന്നു. അള്ളാഹു ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാനും കൂടിയായിട്ട് നമ്മൾ പോണത്. ഹാജിര വീട്ടിലെത്തി അവിടെ വെച്ച് ഉസ്താദുമാരും കുട്ടികളും എല്ലാവരും കൂടി ഖുർആനൊക്കെ ഓതി എല്ലാവർക്കും വേണ്ടി ദുആ ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ടി ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന വീട്ടുകാർ അതൊക്കെ കഴിച്ച് എല്ലാം റാഹത്തായി തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് പെരുന്നാൾ ലീവ് ആയതുകൊണ്ട് വീട്ടിലേക്ക് എത്തി ചങ്ങായിൻ്റെ കൂടെ ഗ്രൗണ്ടിലേക്ക് വന്നതാട്ടെ. ഇതാണ് നമ്മളൊക്കെ കളിച്ചു വളർന്ന ഒരുപാട് ഓർമ്മകളൊക്കെ കൊണ്ടാടി നമ്മളെ സ്കൂൾ ഗ്രൗണ്ട് എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് പരിക്ക് പറ്റാത്ത ദിവസങ്ങളില്ലായിരുന്നു. കാരണം പൗതിയും പാറയാണ് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം സ്പോട്ട് പാടത്ത് പോയി കുറച്ചേരം സ്പെൻഡ് ചെയ്ത് മകരിബായപ്പോൾ നമ്മളപ്പാൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അന്ത് വിശ്രമം കൊള്ളുന്ന അരിയക്കാട് ജുമാഅത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിട്ട് അപ്പോഴാണ് ആദ്യം അതെങ്കിലും തൊപ്പിടാത്ത കുട്ടിമൂലേരെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മോങ്ങക്കൻ്റെ മോനട്ടെ ഞങ്ങൾ അല്ലോന്ന് വിളിക്കുക. ചെക്കനൊക്കെ വളർന്നോണ്ടേ തോന്നുന്നു. ആളിപ്പോൾ കുറച്ച് ഡീസൻ്റ് ആയിക്കണം. എന്തായാലും ഉഷാറായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരൂരിൽ ഓഫറിൽ ഫോൺ കവർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ തിരൂർക്ക് വിട്ടതാണ്. പോണ വൈക്കുന്നൊരു ചായയും കുടിച്ച്. തിരൂരിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അതുപോലെ ഫോൺ കവർ നോക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ അവിടെയും തിരക്ക്. കാരണം എന്താ, ഒരു ഫോൺ കേസിനൊക്കെ 25 ഉറുപ്പിയുള്ളൂ. വെറുതെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോൺ കേസ് എടുത്തു. നമ്മളൊരു സുഹൃത്തിന്റെ കടയിൽ നിന്ന് എനിക്കൊരു വാച്ചിന്റെ കുറവുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു വാച്ച് എടുത്തു. അൽഹംദുലില്ലാ. ബാക്കി ഞാൻ പിന്നെ പറയണ്ട കേട്ടോ. അപ്പം എന്നാൽ ശരി, മാസ്സലാമ.